السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله مولانا العظيم. ബഹുമാനപ്പെട്ട സ്റ്റേജിൽ സന്നിഹിതരായ ആലിമ്യങ്ങളെ, സാദാത്തുക്കളെ, സദസ്സിൽ സന്നിഹിതരായ മുത്തഅല്ലിമീങ്ങൾ, കാരണവന്മാർ, ഇതര നാട്ടിൽ വന്ന ആളുകൾ, നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഒരു ദീർഘമായ സംസാരിച്ച് സമയം കളയുന്നില്ല. കാരണം പിന്നിൽ നല്ല പ്രാസംഗികന്മാരുണ്ട്. പ്രത്യേകിച്ച് നമ്മളെല്ലാം ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സമ്മദ് സാഹിബ് പോലത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ സമയം അവർക്ക് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് കർത്തവ്യം മാത്രം നിർവഹിച്ച് ഞാൻ ഒഴിവാകും. സഹോദരന്മാർ, മാന്യ സഹോദരിമാർ, ദീനിനോട് ബന്ധപ്പെട്ട് ദീനിൻ്റെ ആളുകളെ ബഹുമാനിക്കുക, ദീനിനെ ബഹുമാനിക്കുക, ദീനിനോട് ബന്ധപ്പെട്ട സാധനങ്ങളെ ബഹുമാനിക്കുക. അതിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ബഹുമാനിക്കുക, അവൻ്റെ മുഹിബ്ബീങ്ങളായ ആളുകളെ ബഹുമാനിക്കുക, അവരെ മേൽ നേർച്ചകൾ അർപ്പിക്കുക, അവർക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുക. എന്നാൽ അവരുടെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും ഉണ്ടാവും എന്ന് മാത്രമല്ല, ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അയാൾ ഹയാത്ത് കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നുവോ ആ കാര്യങ്ങളെക്കാൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ മഹാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ മഖബൂലാണ്, സ്വീകാര്യനാണ് എന്ന് എന്ന് മഹാന്മാർ അഭിപ്രായം പറയുന്നു. അപ്പം അതുകൊണ്ട് നമ്മളെ മുറ്റത്ത് മുളച്ച മുല്ലയ്ക്ക് മണമില്ല എങ്കിലും മഹാന്മാരാകുന്ന ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും അവരെ രഹസ്യമായ തെർബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ തെർബിയത്ത്, ആ സംരക്ഷണം, അതിൻ്റെ നിഴൽ നമ്മൾ ഓരോരുത്തരും കൈവശപ്പെടുത്താൻ അവരുമായി ഏതെങ്കിലും വിധത്തിൽ അത് ബന്ധപ്പെടുക. ഒന്നുകിൽ ബയ്യത്ത് കൊണ്ടോ അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടോ ഏതെങ്കിലും വിധേന അവരോട് ബന്ധപ്പെട്ടാൽ അവരുടെ ബറക്കത്ത് നമ്മൾക്കും നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾക്കും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും എന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ, അത് ആരാവട്ടെ, പേരാരതാവട്ടെ, അതൊന്നും നമ്മൾക്ക് നോട്ടമല്ല, വ്യക്തിയാണ് നോട്ടം, അതല്ലാതെ പേരിനല്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട്. ആ സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തുമാറാവട്ടെ എന്ന് മഹാനവറുകളുടെ പേരിൽ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യം കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.